ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു സോയിൽ മോയ്സ്ചറൈസർ സെൻസർ വെച്ചുള്ള ഒരു സർക്യൂട്ടാണ്. അതായത് ഇതാണ് നമ്മുടെ സെൻസർ. ഈ സെൻസർ വെച്ച് നമ്മൾ സോയിലിലെ മോയ്സ്ചറൈസർ സെൻസ് ചെയ്യും. ഇതാണ് നമ്മൾ സോയിലിലേക്ക് ഇറക്കി വെക്കുന്ന ആ പാർട്ട്. ഇനി നമ്മൾ സോയിൽ മോയ്സ്ചറൈസേഷന് 4 പിന്നുണ്ട്. ഒരു A0 പിന്നും ഒരു D0 പിന്നും ഒരു ഗ്രൗണ്ടും ഒരു VCCയുമാണ് ഉള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു അർഡിനോ ആണ്, പിന്നെ ഒരു ബ്രെഡ് ബോർഡ് വേണം, പിന്നെ ജംപ് വയേഴ്സ് വേണം. പിന്നെ നമുക്ക് മോയ്സ്ചറൈസർ കൂടുകയോ കുറയുകയോ ചെയ്യുവാന്നറിയാൻ ഇൻഡിക്കേറ്റർ ഒരു LED ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ LED സെപ്റ്റിക്കാൻ നമ്മളൊരു റെസിസ്റ്റർ ഉപയോഗിക്കുന്നത്. നമുക്കപ്പോൾ കണക്ഷൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് LED പ്ലേസ് ചെയ്യാം. നമ്മുടെ സൗകര്യത്തിന് LED ആനോഡ് ലെഫ്റ്റിലും കാബിൾ റൈറ്റിലും നമ്മൾ പ്ലേസ് ചെയ്തു. LED ആനോഡിൽ നിന്ന് നമ്മളൊരു റെസിസ്റ്റർ കൊടുത്തു. ഓക്കെ, റെസിസ്റ്റർ കൊടുത്തു. ഈ LED കാബിൾ നമ്മൾ ഗ്രൗണ്ട്. നമ്മുടെ സെൻസറിൽ ഒരു ചെറിയ പൊട്ടൻഷ്യോമീറ്റർ ഉണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് തന്നെ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ത്രെഷോൾഡ് വാല്യൂ ചേഞ്ച് ചെയ്തിട്ട് സെൻസിറ്റിവിറ്റി ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. LED കാബിൾ നമ്മൾ ഗ്രൗണ്ട് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ സെൻസറിൻ്റെ കണക്ഷൻസ് നോക്കാം. സെൻസറിന് ഒരു A0യും ഒരു D0യും ഒരു ഗ്രൗണ്ടും ഒരു VCCയും ഉള്ളത്. അപ്പം നമ്മൾ സെൻസറിൻ്റെ ഗ്രൗണ്ട് നമ്മൾ LED ഗ്രൗണ്ട് ചെയ്ത് അവിടെ അത്ര ഗ്രൗണ്ട് ചെയ്യും. ഓക്കെ, നമ്മൾ ഗ്രൗണ്ട് ചെയ്തു. ഇനി നമുക്കിവിടെ വേണ്ട വേറെ പിൻ എന്ന് പറഞ്ഞാൽ VCC ആണ്. VCC നമ്മൾ അർഡിനോയുടെ 5 വോൾട്ടിൽ കൊടുക്കും. അർഡിനോയുടെ 5 വോൾട്ടിൽ കൊടുത്തു. ഇനി നമ്മൾ ഒരു ജംപ് വയർ എടുത്തിട്ട് നമ്മുടെ റെസിസ്റ്ററിൻ്റെ മറ്റേ എൻഡിൽ നിന്ന് അർഡിനോയുടെ ഡിജിറ്റൽ ലെവലിലേക്ക് നമ്മൾ കൊടുക്കും. D ലെവലിലേക്ക് നമ്മൾ കൊടുക്കും. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയാവോ? നമ്മുടെ സെൻസറും A0 D0 ഗ്രൗണ്ട് VCC ആണല്ലോ ഉള്ളത്. നമ്മൾ ഗ്രൗണ്ടും VCCയും കണക്ട് ചെയ്തു. ഇനി നമ്മളിവിടെ അൺലോക്ക് പിന്നാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അൺലോക്ക് പിന്ന് നമ്മൾ അൺലോക്ക് പിൻ A0യിലേക്ക് കൊടുക്കും. അതുകൊണ്ട് അൺലോക്ക് പിൻ A0യിലേക്ക് നമ്മൾ കൊടുക്കും. നമ്മൾ A0യിലോട്ട് കണക്ട് ചെയ്തു. നമ്മുടെ കണക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതായത് നമ്മളിപ്പം അൺലോക്ക് പിന്ന് നമ്മുടെ സെൻസറിൻ്റെ അൺലോക്ക് പിൻ A0യിൽ കൊടുത്തു. പിന്നെ VCC 5 വോൾട്ടിൽ കൊടുത്തു. പിന്നെ എല്ലാത്തിനും ഗ്രൗണ്ട് ബ്രെഡ് ബോർഡിൻ്റെ ഗ്രൗണ്ടിൽ കൊടുത്തു. പിന്നെ റെസിസ്റ്ററിൻ്റെ മറ്റേ എൻ്റെ അടുത്ത് നമ്മൾ ഡിജിറ്റൽ പിൻ 11ലേക്ക് കൊടുത്തു. ഇനി നമുക്ക് ഗ്രൗണ്ട് കൂടെ കൊടുക്കാനുണ്ട് ബ്രെഡ് ബോർഡിലേക്ക്. നമുക്ക് അതുകൂടെ ചെയ്യാം. അപ്പോൾ ബ്രെഡ് ബോർഡിലേക്ക് നമ്മൾ ഗ്രൗണ്ട് കൂടെ കൊടുക്കുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കണക്ഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനിയും കോഡ് നോക്കാം. അപ്പോൾ അർഡിനോയിൽ ഞാൻ കോഡ് കോപ്പി ചെയ്തിട്ടുണ്ട്. നമുക്കത് റൺ ചെയ്ത് നമ്മുടെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇത് നമ്മൾ മോയ്സ്ചർ നോക്കാൻ വേണ്ടി ഒരു പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. കോഡ് കൊടുത്ത് കോഡ് റൺ ആയിട്ടുണ്ട്. കോഡ് റൺ ആയപ്പോൾ നമ്മുടെ LED ബ്ലിങ്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ. അതായത് ഇപ്പോൾ നമ്മുടെ സെൻസർ ഒരു മോയ്സ്ചറൈസർ സെൻസ് ചെയ്യുന്നില്ല. നമ്മൾ വെറുതെ വെളിയിൽ വെച്ചിരിക്കുക കണ്ടോ. അതായത് മോയ്സ്ചറൈസറിൻ്റെ സെൻസ് ചെയ്യുമ്പോൾ ഒന്നുമില്ല. നമുക്ക് വാട്ടർ കണ്ടൻറ്റ് സോയിൽ വളരെ കുറവാണ്. നമ്മൾ വെക്കുന്ന വാട്ടർ കണ്ടൻറ്റ് ഇല്ല എന്നറിയിക്കാൻ വേണ്ടിയാണ് LED ഇൻഡിക്കേറ്റ് ചെയ്തത്. ഇനി നമുക്ക് ഈ വാട്ടർ കണ്ടൻറ്റ് ഉള്ള നമ്മുടെ സോയിലിലേക്ക് നമുക്ക് ഇട്ട് നോക്കാം. കണ്ടോ, നമ്മുടെ LED എന്തായി? ഓഫായി കണ്ടോ. അതായത് ഇപ്പം നമ്മുടെ സോയിലിൽ വാട്ടർ കണ്ടൻറ്റ് നല്ലതായിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറെ വാട്ടർ ആഡിൻ്റെ ആവശ്യമില്ല. നമ്മളിത് കൂടുതലും ഫാർമേഴ്സിനെ ഉദ്ദേശിച്ചാണ് ഇങ്ങനത്തെ സർക്യൂട്ടുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഫാർമറിന് തൻ്റെ കൃഷിക്ക് വെള്ളം ആവശ്യമില്ല, ആവശ്യത്തിന് വെള്ളമുണ്ട്, ഇപ്പം വെള്ളം ഒഴിക്കാൻ പോകണ്ട. ഇനി നമ്മൾ വാട്ടർ കണ്ടൻറ്റ് കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വെള്ളം ഒഴിക്കണം. അതെങ്ങനെയാണ് വാട്ടർ കണ്ടൻറ്റ് കുറയുമ്പോൾ എങ്ങനെ നമ്മൾ ആദ്യം കണ്ടല്ലോ. ആ LED ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വെള്ളം ഒഴിക്കണം. അതിനകത്ത് നമുക്കൊന്ന് നോക്കാം. ഈ ടിഷ്യൂ പേപ്പർ ഇട്ട് മോയ്സ്ചർ സെൻസ് കണ്ടോ. അപ്പോൾ വാട്ടർ കണ്ടൻറ്റ് ഇല്ല. നമ്മൾ വാട്ടർ കണ്ടൻറ്റ് ആഡ് ചെയ്യണം, സോയിൽ വാട്ടർ കണ്ടൻറ്റ് ആഡ് ചെയ്യണം എന്നുള്ള ഇതിൽ LED ബ്ലിങ്ക് ചെയ്തിരിക്കുക കണ്ടോ. എല്ലാവർക്കും ഈ സർക്യൂട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.